മറ്റൊരു വാർത്തയിലേക്ക്. കേരള കോൺഗ്രസ് എം വേദിയിൽ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. തിരുവനന്തപുരം പട്ടത്ത് കെ എം മാണിയുടെ 93-ാം ജന്മദിനാഘോഷ പരിപാടിയിലാണ് കെ മുരളീധരൻ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മേഘന മുരളി ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി. മേഘന, കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ ചർച്ചകളൊക്കെ ഒരു ഘട്ടത്തിൽ സജീവമാവുകയും ഇടതു മുന്നണിയിൽ നിൽക്കാൻ തീരുമാനിച്ചു എന്നുള്ള ഒരു വിവരമൊക്കെ വരുമ്പോഴാണ് കെ മുരളീധരൻ കെ മാണി അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ മുഖ്യ അതിഥിയായി ഉദ്ഘാടകനായി എത്തുന്നത്. എന്താണ് ഇതിനെന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസക്തി കാണേണ്ടതുണ്ടോ? എന്താണ് വിവരങ്ങൾ? കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണിമാറ്റ ചർച്ചകളും അതുപോലെ തന്നെ അധ്യക്ഷൻ ജോസ് കെ മാണിയുടെ നിലപാടുമൊക്കെ കുറച്ച് ദിവസങ്ങൾ മുന്നെയാണ് വളരെ ചർച്ചയായത്. അതിനിടയിലാണ് ഇത്തരത്തിൽ കെ മുരളീധരൻ കേരള കോൺഗ്രസ് എമ്മിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അത് കെ എം മാണിയുടെ 93-ാം ജന്മദിനാഘോഷ പരിപാടിയിലാണ് ഉദ്ഘാടകനായി കെ മുരളീധരൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കെ മുരളീധരൻ സംസാരിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട്. അതിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വേദിയിലുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആനന്ദകുമാർ അടക്കമുള്ളവർ ഈ പരിപാടിയിലുണ്ട്. അതിൽ ഇടതു നേതാക്കളെയൊന്നും ഈ പരിപാടിയിൽ കാണാനില്ല. മറിച്ച് കെ മുരളീധരന്റെ സാന്നിധ്യം തന്നെയാണ് ഇതിലൊരു രാഷ്ട്രീയ പ്രസക്തി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതിലിപ്പോൾ ഈ കേരള കോൺഗ്രസ് എം ഭാരവാഹികളടക്കം സംസാരിച്ചു കഴിഞ്ഞു. അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടതു മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. നേരത്തെ ജോസ് കെ മാണി അടക്കം പറഞ്ഞ കാര്യങ്ങൾ കേരള കോൺഗ്രസ് എം ഇടതു മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കെ മുരളീധരനാണ് ഈ വേദിയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ അടക്കം നേതാക്കൾ ഇപ്പോൾ പ്രസംഗത്തിന്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കെ മുരളീധരൻ സംസാരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് KPCC അടക്കം നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ശശി തരൂർ അടക്കം പങ്കെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട് KPCC പരിപാടി ഉണ്ടായിരുന്നു. അത് പൂർത്തിയാക്കാതെയാണ് കെ മുരളീധരൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഇവിടെ പട്ടം കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇപ്പോൾ കെ മുരളീധരൻ പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ ഉദ്ഘാടകനായാണ് പങ്കെടുക്കുന്നത്, സംസാരിക്കുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതുവരെ ഇപ്പോൾ കേരള കോൺഗ്രസ് എം നേതാക്കൾ സംസാരിക്കുന്നത് നമ്മൾ ഇടതുപാളയത്ത് തന്നെ ഉറച്ചു നിൽക്കും, കെ മുരളീധരനാണ് വേദിയിലേക്ക് എത്തിയത്, ഉദ്ഘാടകനായി എത്തിയത് എന്നുള്ളതാണ്. ഇന്ന് യുടെ 93-ാം ജന്മദിനമാണ്. അതിന്റെ ആഘോഷ പരിപാടികൾ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് അതിന്റെ ഭാഗമായി പട്ടത്ത് നടക്കുന്ന പരിപാടിയിൽ കാരുണ്യ ദിനം എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയിലാണ് വേദിയിൽ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എത്തിയിരിക്കുന്നു. ഇടതു നേതാക്കളൊന്നും തന്നെ ആ വേദിയിൽ ഇല്ല എന്നാണ് മേഘന റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിനകത്ത് തന്നെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്, ഭിന്നസ്വരങ്ങളുണ്ട് എന്നൊക്കെയുള്ള ചില വിവാദങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ കൂടി വേണം കെ മുരളീധരന്റെ ഇന്നത്തെ ഈ സാന്നിധ്യത്തെ നമ്മൾ കാണാൻ. മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.